വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന് ഇഡിയുടെ സമൻസ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടിയാണ് ഇഡിയുടെ നീക്കം. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു നീക്കം ഇഡിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ജയറാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. ജയറാമിൻ്റെ വീട്ടിലടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തനിക്ക് ഈ പോറ്റിയെ അറിയാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ധാരണയൊന്നുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇഡി സമഗ്രമായി ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണോ? രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നേരത്തെ തന്നെ ശ്രീകുമാറിനെയും മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇഡി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് നടൻ ജയറാമിനാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട SIT അടക്കം ജയറാമിന്റെ വിശദമായി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇഡിയും ജയറാമിന് സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. മിക്കവാറും അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാനായിരിക്കും നിർദ്ദേശം നൽകിയിരിക്കുക. പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ വ്യക്തതയായിരിക്കും ഇഡി തേടുക. ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് പൂജ നടത്തുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ ജയറാമിന്റെ വീട്ടിൽ എത്തിക്കുന്നതും അവർ തമ്മിൽ അവിടെ വെച്ച് പൂജ നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഇത് ശബരിമലയിൽ എത്തിക്കുന്ന വേളയിലുള്ള ഈ ഘോഷയാത്രയിലും ചടങ്ങുകളിലും ഒക്കെ ജയറാമ പങ്കെടുത്തത്, ശബരിമലയിൽ വെച്ചും ജയറാം പങ്കെടുത്തതും പോറ്റിയുമായി ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇഡിയും ജയറാമിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമോ, പ്രത്യേകിച്ച് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തത തേടിക്കൂടിയാണ് ഇപ്പോൾ ഇഡി ജയറാമിനെ സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പക്ഷേ ജയറാം നേരത്തെ തന്നെ SITയോടക്കം മൊഴി നൽകിയത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നത്, താൻ ഒരു അയ്യപ്പ ഭക്തരാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ ഒന്നും തന്നെ അറിഞ്ഞില്ല, അദ്ദേഹം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്ന മൊഴിയായിരുന്നു ജയറാം SITക്കും മാധ്യമങ്ങൾക്ക് മുന്നിലും ഒക്കെ നൽകിയത്. എന്തായാലും ഈ മൊഴി തന്നെ ആവർത്തിക്കാനായിരിക്കും ഇഡിക്ക് മുന്നിലും സാധ്യത. എന്തായാലും ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട, ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നടൻ ജയറാമിനെ കൂടി സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഈ ജയറാം നേരത്തെ ഈ വിഷയത്തിൽ വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോറ്റിയുമായി പരിചയമുണ്ടെന്നും പോറ്റി ശരിക്കും ജയറാമിനെ പറ്റിക്കുകയായിരുന്നു, പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. നടൻ തൻ്റെ ഭക്തിയെ കൊണ്ട്, അയ്യപ്പനോടുള്ള വിശ്വാസമൊക്കെ കൊണ്ട് ഇയാളുടെ പറ്റിപ്പിൽ കുടുങ്ങുകയും ചെയ്തു. അതിനപ്പുറത്ത് മറ്റ് പങ്കാളിത്തമൊന്നും ജയറാമിനില്ല. അപ്പോൾ ജയറാമിന് ആത്മവിശ്വാസത്തോടെ ഇഡിയെ സമീപിക്കാം അല്ലേ നവമി? തീർച്ചയായും രഞ്ജിത്ത്, കാരണം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ജയറാം എത്രമാത്രം ഭക്തനാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ എല്ലാ വർഷവും സന്ദർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജയറാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള തനിക്കുള്ള ബന്ധം, അത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ പൂജ ചെയ്തു കഴിഞ്ഞാൽ, ഈ സ്വർണ്ണപ്പാളി വീട്ടിലെത്തിച്ച് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യം വരുമെന്ന് പോറ്റി പറഞ്ഞതിനെ തുടർന്നാണ് അങ്ങനെ താനും അത് വിശ്വസിച്ച് അവിടെ വീട്ടിലെത്തിച്ച് പൂജ ചെയ്യാനൊക്കെ സമ്മതിച്ചത്. അതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു തട്ടിപ്പാണെന്നോ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് തന്നെ ജയറാം പറയുന്ന സാഹചര്യമുണ്ടായി. SITയും ജയറാമിന്റെ മൊഴിയെടുത്തപ്പോൾ ഇക്കാര്യം തന്നെയാണ് ജയറാം ആവർത്തിച്ചത്. എന്തായാലും ഇഡിക്ക് മുന്നിൽ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ജയറാമിന് ചോദ്യം ചെയ്യലിനെത്താം. ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജയറാം. ജയറാം എത്രമാത്രം ഭക്തനാണെന്നും നമുക്കറിയാം. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയറാമിന് പങ്കുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നത്. എന്തായാലും ഈ SITയുടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇഡിയും ഇതിൽ വലിയൊരു ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലെത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിനെയും ശ്രീകുമാറിനെയും ഇഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനു മുൻപ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഇഡിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്.
ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇ ഡിക്ക് മുന്നിൽ ജയറാം ഹാജരാകേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം അത് വിശദീകരിക്കേണ്ടി വരും. നമുക്കറിയാം, ജയറാം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഭക്തി, തൻ്റെ അയ്യപ്പനുമായുള്ള വിശ്വാസമൊക്കെ മുതലെടുത്ത് തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ബോധ്യം കൂടി നടന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനകം തന്നെ.